നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പറയൂ അനിൽ. സാറേ, എനിക്കൊരു ഷോക്കിംഗ് ന്യൂസാ പറയാനുള്ളത്. ഞങ്ങളെല്ലാവരും വല്ലാത്ത തകർച്ചയിലാണ്, ടെൻഷനിലാണ്. ആ വാളിന്റെ മൂല്യം എന്താണെന്ന് സാറിനും അറിയാമല്ലോ. നിങ്ങൾക്കത് കോടിക്കണക്കിന് വില വരുന്ന ഒരു മരതക വാളായിരിക്കും. പക്ഷെ വിശ്വാസികൾക്ക് അതൊരു ദേവസങ്കല്പമാ. വിശ്വാസികളെ തൊട്ട് കളിച്ച കളി മാറുവേ. വെറുതെ അനാവശ്യ കാര്യങ്ങളിൽ കയറി വിഷം കലക്കരുതേ. തിരുമേനി, ഈ റിസീവർ ആകെ തളർന്നു നിൽക്കുന്ന ഞങ്ങളെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുക. ആ വാള് ഈ വീടിന്റെ സമ്പത്തായിട്ടല്ല കരുതിയത്, ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അതിനെന്താ സംശയം രാജലക്ഷ്മി അമ്മേ? അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വാള് ഉടനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കാരണം ആ വാളിരിക്കുന്നിടത്ത് സപ്തമാത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ഇവിടെ പല ദുർമരണങ്ങളും നടക്കും. വാൾ എപ്പോ പോയോ ആ നിമിഷത്തിൽ ദുർമരണങ്ങൾ വരെ നടക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ ഈ തറവാടിന് നാശമായിരിക്കും. ഇതൊക്കെ ഇവരുടെ അഭ്യാസ തിരുമേനി, മനഃപൂർവ്വം ഭക്തജനങ്ങളെ അപമാനിക്കാൻ. മിസ്റ്റർ, ഞങ്ങളുടെ നിയന്ത്രണം എടുത്തിക്കുക. താൻ ഏത് കൊമ്പത്തെ ആളായാലും മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാകാതിരിക്കണം അനന്തഗോപൻ സാറേ. ചെമ്പകമംഗലത്തുകാർ അന്തസ്സും അഭിമാനവും സംസ്കാരവും ഉള്ളവരാ. അവർ മനഃപൂർവ്വം അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഗൗരവത്തിലെടുക്കണം. ആ ഐശ്വര്യവാൾ ഉടനെ തന്നെ കണ്ടെത്തണം. അത് ചെമ്പകമംഗലത്തെ നിലവറയിൽ ഇരുന്നില്ലെങ്കിൽ ഈ തറവാട് ശപിക്കപ്പെടും. അത് സർവനാശത്തിലേക്ക് പതിക്കും. രാജലക്ഷ്മി, രാജലക്ഷ്മി, എന്തു പറ്റി? രാജലക്ഷ്മി, രാജലക്ഷ്മി, എഴുന്നേറ്റേ. രാജലക്ഷ്മി, എന്തു പറ്റി? രാജലക്ഷ്മി, എഴുന്നേക്ക്. രാജലക്ഷ്മി, രാജലക്ഷ്മി. എന്താ സംഭവിച്ചെന്ന് മോളൊന്ന് ഓർത്തു നോക്കിയേ. മീനാക്ഷി എങ്ങനെ ആ നിലവറയിലെത്തി? ഞാൻ അത് പറയുമോളെ. ഉടവാളിന്റെ കാര്യവും ആ നിലവറയുടെ താക്കോലും ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും മുത്തശ്ശിനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. എനിക്ക് ആ മൈഥിലി സംശയമായിരുന്നു. അങ്ങനെ അപ്പോ അവള് തന്നെയാ വാളെടുത്തോണ്ട് പോയത്.
അവള് വാളെടുക്കുന്നത് മീനാക്ഷി കണ്ടില്ലല്ലോ. മാലതി എന്താ മൈഥിലിയെ ന്യായീകരിക്കുകയാണോ? ഉടവാളെന്ന് പറയുന്നത് ചെറിയ സംഗതിയൊന്നും അല്ലല്ലോ. ഒരാളെ സംശയിക്കണമെങ്കിൽ അതിന് ന്യായമായിട്ടുള്ള തെളിവ് വേണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. വാളെടുത്തത് ആ മൈഥിലി തന്നെയാ. അതിലാർക്കും ഒരു തർക്കവും വേണ്ട. അവള് പോയപ്പോ വാള് കൊണ്ടുപോകാൻ പറ്റിയ ബാഗൊന്നും കയ്യിലില്ലായിരുന്നല്ലോ. അതെ, ഇനി ഒട്ട് താമസിച്ചൂടാ. വാളെടുത്തത് അവളാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇത് ഞാൻ കാർത്തിക്കിനെ അറിയിക്കും. പോലീസ് ഇടപെട്ടേ പറ്റൂ. മുത്തശ്ശി, രാജലക്ഷ്മി, മുത്തശ്ശി ഒന്ന് കണ്ണു തുറന്നേ. മുത്തശ്ശി, ഡ്രൈവർ കാറൊന്ന് സ്പീഡാക്ക്. നമ്മൾ മോഡേൺ ഹോസ്പിറ്റലിലേക്കല്ലേ കാർത്തി? ആ, അതെ. രാജലക്ഷ്മി, മുത്തശ്ശി, മുത്തശ്ശി, ഹലോ, കാർത്തിക് സാറല്ലേ? അതെ. സാറാ, ഞാൻ PC അനില സംസാരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന്. പറയൂ അനിൽ. സാറേ, എനിക്കൊരു ഷോക്കിംഗ് ന്യൂസാ പറയാനുള്ളത്. ഡ്രൈവർ, കാറ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിടാം. അതെന്തിനാ നമുക്ക് പോകേണ്ടത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ലല്ലോ. വേണ്ട, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫിസിഷ്യൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.